أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ 34-ാം അധ്യായം സൂറത്തു സബ, അതിൻ്റെ 24 മുതലുള്ള ഏതാനും വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദമാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ മൻ യർസുഖുകും മിനസ് സമാവാതി വൽ അർളി ഖുലില്ലാഹ് വ ഇന്നാ ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ. പറയുക, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ ആരാകുന്നു? നീ പറയുക, അല്ലാഹുവാൻ. തീർച്ചയായും ഒന്നുകിൽ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സന്മാർഗത്തിലാണ്, അല്ലെങ്കിൽ വ്യക്തമായി ദുർമാർഗത്തിലാണ്. അപ്പോൾ ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇതിലെ പ്രധാനപ്പെട്ട പദം എന്ന് പറയുന്നത് റസഖ യർസുഖു, ഉപജീവനം നൽകുന്നു. ഈ ആയത്തിൽ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് സൃഷ്ടാവ്, അവനാണ് അന്നം നൽകുന്നവൻ, ഭക്ഷണം നൽകുന്നവൻ. അതിൽ അവൻ അല്ലാഹു ഏകനാണ്, ആർക്കും പങ്കുകാരില്ല, മറ്റൊരു ശക്തിക്കും പങ്കുകാരില്ല. തീർച്ചയായിട്ടും അതവർ അല്ലാഹുവാണ് സൃഷ്ടാവ്, അല്ലാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ, അല്ലാഹുവാണ് സംരക്ഷകൻ എന്നൊക്കെ അവർ അംഗീകരിക്കുന്നു. പക്ഷേ വിശുദ്ധ ഖുർആന്റെ സൂറത്തു അങ്കബൂത്ത് 29-ാം അധ്യായം 61 പറയുന്നുണ്ടല്ലോ, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള് വസഖറ ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹു ഫഅന്നാ യുഫകൂൻ. നീ അവരോട് ചോദിക്കുകയാണെങ്കിൽ, ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ഭൂമിയെ ആരാണ് സൃഷ്ടിച്ചത്, അതുപോലെ സൂര്യനെയും ചന്ദ്രനെയും ആരാണ് വിധേയമാക്കി തന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണെന്ന്. അവർ പറയുക തന്നെ ചെയ്യും അല്ലാഹുവാണെന്ന്. പിന്നെ എങ്ങനെയാണവർ ആ ശരിയായ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കപ്പെടുന്നത് എന്നാണ് അല്ലാഹു തആല ആയത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ അല്ലാഹുവാണ് എന്നവർ പറഞ്ഞിരുന്നു, അംഗീകരിച്ചിരുന്നു. പക്ഷേ എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ് വീണ്ടും, എന്തുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിന് ഓർമ്മയുള്ള ശക്തികൾ ആരാധിക്കുന്നത്? ഈ ഉപരിലോകത്ത് നിന്ന് ആരാണ് നിങ്ങൾക്ക് ഉപജീവനം തരുന്നത്? ഭൂമിയിൽ നിന്ന് ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്? ആകാശലോകത്തുനിന്ന് മഴ വർഷിപ്പിച്ചുകൊണ്ട്, ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ ധാന്യമണികൾ മുളപ്പിച്ചുകൊണ്ട് അല്ലാഹുവല്ലാതെ ആരുണ്ട് എന്നാണ്. കുലില്ല, പറയുക അല്ലാഹുവാണെന്ന്. എന്നിട്ട് ആ റബ്ബിനെ മാത്രം ആരാധിക്കാതെ മറ്റുള്ള ശക്തികളിലേക്ക് നിങ്ങൾ പോകുന്നു. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഹിദായത്തിലാണ്, സന്മാർഗത്തിലാണ്, അല്ലെങ്കിൽ വ്യക്തമായ ദുർമാർഗത്തിലാണ്. അതായത് തീർച്ചയായിട്ടും അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആ ശക്തി, ഈ രണ്ടിലൊരു കൂട്ടർ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നു, അവരാണ് ഹിദായത്തിൻ്റെ വഴിയിലുള്ളത്. ഇന്നാ നഹ്നു അലാ ഹുദ, തീർച്ചയായും ഞങ്ങൾ സന്മാർഗത്തിലാണ്. വ ഇന്നകും ലഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ്. തഫ്സീറുൽ മുയസ്സറിൽ എഴുതി, കുൽ, പ്രവാചകരെ പറയുക, അയ്യുഹർ റസൂൽ, ഹേ പ്രവാചകരെ, ലിൽ മുശ്രിക്കീൻ, ആരോടാ പറയേണ്ടത്? മുശ്രിക്കീങ്ങളോടാണ്, ബഹുദൈവ വിശ്വാസികളോടാണ്. മൻ യർസുഖുകും മിനസ് സമാവാതി ബിൽ മതർ, ആകാശ ലോകത്തുനിന്ന് മഴ വർഷിപ്പിച്ചുകൊണ്ട് ആരാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്? വമിനൽ അർളി ബിൻ നബാതി വൽ മആദിനി വഗൈരി ദാലിക്, സസ്യലതാദികൾ കൊണ്ട്, അതുപോലെ ഖനികൾ കൊണ്ട്, ഈ ഭൂമിയിൽ നിന്ന്, അങ്ങനെയുള്ള പല സംഗതികൾ കൊണ്ടും ഈ ഭൂമിയിൽ നിന്ന് ആരാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്? ആ ചോദ്യമാണ്. ഫഇന്നഹും ലാ ബുദ്ദ അൻ യുഖിറൂ ബിഅന്നല്ലാഹ്, തീർച്ചയായും അത് ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ അവർക്ക് അംഗീകരിക്കേണ്ടി വരും അല്ലാഹുവാണെന്ന്. മറ്റൊരു ശക്തിയും ആകാശലോകത്തു നിന്ന് മഴ വർഷിപ്പിച്ച്, ഭൂമിയിൽ നിന്ന് ധാന്യമണികൾ മുളപ്പിച്ച്, ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ച് അങ്ങനെ സംരക്ഷണം നൽകുന്ന, നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുമില്ല എന്ന് അവർ സമ്മതിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറ അൽ അങ്കബൂത്ത് അതിൻ്റെ 29 ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടല്ലോ. വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള് വസഖറ ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹു ഫഅന്നാ യുഫകൂൻ.
അവരോട് ആകാശങ്ങളും ഭൂമിയും ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ സൂര്യനും ചന്ദ്രനും ആരാണ് നിയന്ത്രണ വിധേയമാക്കുന്നത്, അധീനമാക്കിയത് എന്ന് ചോദിച്ചാൽ ലയക്കൂലുന്നല്ലാ, അവർ പറയും അള്ളാഹു തന്നെയാണ്. ഫഅന്നാ യുഫകൂൻ, പിന്നീട് എങ്ങനെയാണ് ഈ ശരിയായ വഴിയിൽ നിന്ന് അവർ തെറ്റിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർ ആ അള്ളാഹുവിനെ മാത്രം ആരാധ്യനായിട്ട് അംഗീകരിക്കുന്നില്ല എങ്കിൽ നീ പറയുക ഫകുല്ലഹും അല്ലാഹു ഹുവർ റസ്സാഖ്, അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നവൻ. അതുകൊണ്ട് അള്ളാഹുവാണ് യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ. അപ്പോൾ ഒരു കൂട്ടർ സന്മാർഗത്തിൽ, ഒരു കൂട്ടർ ദുർമാർഗത്തിൽ. സന്മാർഗത്തിലുള്ളതാരാ? ഒരു സംശയവും വേണ്ട, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അതായത് ഖദ് അഖംനൽ ബുർഹാൻ അല തൗഹീദ്, ഞങ്ങൾ ഏകദൈവ വിശ്വാസത്തിൽ തെളിവിൻ്റെ വെളിച്ചത്തിൽ നിലകൊള്ളുന്നു. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ, സന്മാർഗത്തിൻ്റെ ആളുകൾ. അടുത്ത വചനം, ഖുൽ ലാ തുസ്അലൂന അമ്മാ അജ്റംന വലാ നുസ്അലു അമ്മാ തഅമലൂൻ. പറയുക പ്രവാചകരെ, ഞങ്ങൾ കുറ്റം ചെയ്തതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഞങ്ങളും ചോദിക്കപ്പെടുകയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന ആയത്താണത്. അതായത് ഇതിലെ പ്രധാനപ്പെട്ട പദം അജ്റമ എന്ന് പറഞ്ഞ കുറ്റം ചെയ്തു, സഅല എന്ന് പറഞ്ഞ ചോദിച്ചു, യസ് അലു ചോദിക്കുന്നു, യുസ് അലു ചോദിക്കപ്പെടുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്ത കുറ്റത്തിൻ്റെ പേരിൽ നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചോ ഞങ്ങളും ചോദിക്കപ്പെടുകയില്ല എന്നാണ്. അതായത് വിശുദ്ധ ഖുർആനിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള സന്ദേശം കുടികൊള്ളുന്ന ഒരായത്താണിത്. നിങ്ങൾ നോക്കൂ, വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ, വിശുദ്ധ ഖുർആൻ്റെ അൻആം 164, അതുപോലെ ഇസ്രാ 15, ഫാത്തിർ 18, സുമർ 7 ഒക്കെ ആ സന്ദേശം കാണാം. എന്താ അതിൻ്റെ അർത്ഥം? ഒരു ആളുടെ പാപഭാരവും മറ്റൊരാൾ വഹിക്കുകയില്ല എന്നുള്ളതാണ്. ആരാണോ കുറ്റം ചെയ്തത് അയാളാണ്, ആ വ്യക്തിയായിരിക്കും അതിൻ്റെ പാപഭാരം വഹിക്കേണ്ടത്. എന്നാൽ ഈ സൂറത്തു സബഇൻ്റെ 25-ാമത്തെ ആയത്ത്, ഞങ്ങൾ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഞങ്ങളും ചോദിക്കപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ പ്രേരണ നൽകിയവർ, പ്രവർത്തിച്ചവർ, അവർക്ക് ശിക്ഷ കിട്ടും. അതോടൊപ്പം ആരാണോ പ്രേരണ നൽകുന്നത് അവർക്കും ശിക്ഷ കിട്ടും എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ ആ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുന്നു, ലസ്തും മിന്നാ വലാ നഹ്നു മിൻകും, നിങ്ങൾ ഞങ്ങളിൽപ്പെട്ടതല്ല, ഞങ്ങളോ നിങ്ങളിലും പെട്ടവരല്ല. ബൽ നദ്ഉക്കും ഇലല്ലാഹി വ ഇലാ തൗഹീദിഹി വ ഇഫ്റാദിൽ ഇബാദത്തി ലഹു, ഞങ്ങൾ നിങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, അവൻ്റെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നു, ആരാധന അവനെ മാത്രം ആക്കണം, നിർവഹിക്കണം എന്നുള്ളതിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഫൈൻ അജബ്തും, നിങ്ങൾ അതിനുത്തരം ചെയ്താൽ, നിങ്ങളത് സ്വീകരിച്ചാൽ, ഫഅൻതും മിന്നാ വ നഹ്നു മിൻകും, നിങ്ങൾ ഞങ്ങളിൽപ്പെട്ടവരാണ്, ഞങ്ങൾ നിങ്ങളിലും പെട്ടവരാണ്. എന്നാൽ വഇൻ കദ്ദബ്തും, നിങ്ങൾ കളവാക്കിയാലോ, ഞങ്ങളും നിങ്ങളും ബന്ധമില്ല, ഞങ്ങൾ നിങ്ങളിൽപ്പെട്ടവരല്ല, നിങ്ങൾ ഞങ്ങളിലും പെട്ടവരല്ല. ഏതുപോലെ പരിശുദ്ധ ഖുർആനിൻ്റെ സൂറ യൂനിസ് 41 പറയുന്നുണ്ട്, വൈൻ കദ്ദബൂക, അവർ നിന്നെ കളവാക്കിയാൽ, ഫകുൽ, നീ പറയുക, ലീ അമലി വലക്കും അമലുക്കും, എനിക്ക് എൻ്റെ അമൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അമൽ, അൻതും ബരീഊന മിമ്മാ അമൽ, ഞാൻ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മുക്തരാണ്, മോചിതരാണ്, വ അന ബരീഉം മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ ഞാനും മുക്തനാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ആ സൂറത്ത് പഠിപ്പിക്കുന്ന സന്ദേശം അതാണ് ഈ ആയത്തിലും ഉള്ളത്. വളരെ കൃത്യമായി മനസ്സിലാക്കുക. അടുത്ത വചനം, ഖുൽ യജ്മഉ ബൈനനാ റബ്ബുനാ സുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖ് വഹുവൽ ഫത്താഹുൽ അലീം. പറയുക, നമ്മുടെ രക്ഷിതാവ് നമ്മെ തമ്മിൽ ഒരുമിച്ച് കൂട്ടുകയും അനന്തരം നമുക്കിടയിൽ അവൻ സത്യപ്രകാരം തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. അവൻ സർവജ്ഞനായ തീർപ്പുകാരനത്രേ. അപ്പോൾ ഈ ആയത്തിൽ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത്, വാക്കുകൾ എന്ന് പറയുന്നത്, ജമഅ യജ്മഉ, ജമഅ ഒരുമിച്ച് കൂട്ടുന്നു. പിന്നെ യഫ്തഹു, ഫതഹ യഫ്തഹു എന്ന് പറഞ്ഞാൽ ഹക്കമ യഹ്കുമു എന്നുള്ള അർത്ഥം, വിധി കൽപ്പിക്കുന്നു, വിധി തീർപ്പാക്കുന്നു എന്നർത്ഥം. ഫത്താഹ് അൽ ഹക്കാം എന്നർത്ഥം. ഈ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നത്,
യജ്മഉ ബൈനന റബ്ബുന, നമുക്കിടയിൽ നമ്മുടെ രക്ഷിതാവ് ഒരുമിച്ച് കൂട്ടും എന്ന് പറയുന്നത് യൗമൽ ഖിയാമ, അന്ത്യദിനത്തെ സംബന്ധിച്ചാണ്. അന്ത്യദിനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സകല സൃഷ്ടികളെയും ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണ്. യജ്മഉ ബൈനൽ ഖലായികി ഫീ സ്വഈദിൻ വാഹിദിൻ, ഒരു ഭൂമിയിൽ ഒരു പ്രതലത്തിൽ എല്ലാ സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടുന്ന ആ ദിനം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അന്ന് യഫ്തഹു ബൈനനാ ബിൽ ഹഖ്, യഫ്തഹു എന്ന് പറഞ്ഞാൽ ഐ യഹ്കുമു ബൈനനാ ബിൽ അദ്ൽ, ബിൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ബിൽ അദ്ൽ, സത്യം കൊണ്ട് അഥവാ നീതി കൊണ്ട് നമുക്കിടയിൽ നീതി പ്രകാരം അള്ളാഹു വിധി തീർപ്പാക്കുന്ന. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം, ഇൻ ഖൈറൻ ഫ ഖൈർ, നന്മയാണെങ്കിൽ നന്മ, ഇനിയോ തിന്മയാണെങ്കിലോ വൈൻ ഷർറൻ ഫഷർ, തിന്മയാണെങ്കിൽ തിന്മയായിരിക്കും അവർക്കുള്ള പ്രതിഫലം. അതുകൊണ്ട് അന്നേ ദിവസം നിങ്ങൾക്കറിയാം ആർക്കാണ് ഇസ്സത്ത്, ആർക്കാണ് അള്ളാഹിൻ്റെ സഹായം, ആർക്കാണ് പ്രതാപം, ആർക്കാണ് അനന്തമായിട്ടുള്ള സൗഭാഗ്യം കൈവരിക എന്നുള്ളത് സംശയം വേണ്ട. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൻ്റെ 30-ാം അധ്യായം സൂറത്തുർ റൂമിൻ്റെ 14 മുതൽ 16 വരെ പറയുന്ന വചനങ്ങൾ, വയൗമ തഖൂമുസ് സഅതു യൗമൈദിൻ യതഫറഖൂൻ, ആ അന്ത്യദിനം നിലവിൽ വരുന്ന ദിവസം വേർപിരിയുന്ന, അന്നേ ദിവസം വേർപിരിയുന്നതാണ്. ഫഅമ്മല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, എന്നാൽ ആ ദിവസം സൽക്കർമ്മങ്ങൾ, വിശ്വാസവും സൽക്കർമ്മവുമുള്ള ആളുകൾ, ഫഹും ഫീ റൗലത്തിൻ യുഹ്ബറൂൻ, അവർ തോപ്പുകളിൽ സന്തോഷഭരിതരായിക്കൊണ്ട് ആനന്ദം കൊണ്ട് കഴിയുന്നവരായിരിക്കും. വഹുവൽ ഫത്താഹുൽ അലീം, ഐ അൽ ഹാക്കിമുൽ ആദിലുൽ ആലിമു ബിഹഖായിഖിൽ ഉമൂർ, അവന് നീതിയോടുകൂടെ വിധി തീർപ്പാക്കുന്നവനാണ്, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ യാഥാർത്ഥ്യം നന്നായി അറിയുന്നവനാണ്. ഓരോ മനുഷ്യൻ്റെയും കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ നന്നായി അറിയുന്നവനാകുന്നു എന്നാണ്. അടുത്ത വചനം, കുൽ അറൂനിയല്ലദീന അൽഹഖ്തും ബിഹി ശുറകാഅ കല്ലാ ബൽ ഹുവല്ലാഹുൽ അസീസുൽ ഹകീം, പറയുക പ്രവാചകരെ, പങ്കുകാരെന്ന നിലയിൽ അവനോട് അഥവാ അള്ളാഹുവോട് നിങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ളവരെ എനിക്ക് നിങ്ങളൊന്ന് കാണിച്ചു തരൂ. ഇല്ല, അങ്ങനെ ഒരു പങ്കാളിയുമില്ല, എന്നാൽ അവൻ പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹു അത്രേ. ആ ആയത്തിൽ പ്രധാനപ്പെട്ട പദം എന്ന് പറയുന്നത് അറൂനി, എനിക്ക് കാണിച്ചു തരൂ എന്ന, അറാ കാണിച്ചു തന്നു, യുരി കാണിച്ചു തരുന്നു എന്നാണ്. അൽ ഹക്ക ചേർത്തു എന്നാണ്, കൂട്ടിച്ചേർത്തു. അൽ ഹക്ക യുലഹിക്കു, യുലഹിക്കു പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുന്നു. ശരീക്ക് പറഞ്ഞ പങ്കാളി, ഷുറക്കാ എന്ന് പറഞ്ഞ പങ്കാളികൾ, അതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട വാക്കുകൾ. അപ്പോൾ ഇതിൽ അള്ളാഹു താല ചോദിക്കാണ്, പറയുക പ്രവാചകർ, ചോദിക്കുക ഈ ബഹുദൈവ വിശ്വാസികളോട്, അറൂനി അല്ലദീന അൽഹഖ്തും ബിഹി ശുറക്കാ, നിങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള പങ്കാളികളുണ്ടല്ലോ അവരെയൊന്ന് കാണിച്ചു തരൂ എന്ന, അതായത് സൃഷ്ടികർമ്മം നിർവഹിക്കുന്ന, സംരക്ഷണം നൽകുന്ന, അതുപോലെ ഉപജീവനം നൽകുന്ന, അതുപോലെ സംഹാരം നടത്തുന്ന ശക്തികൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ഉണ്ടാക്കിയിട്ടുള്ള സമന്മാർ, പങ്കാളികൾ, അവരിൽ ആരാണ് എന്തെങ്കിലും സൃഷ്ടിച്ചത്? അവർ ആകാശം സൃഷ്ടിച്ചിട്ടുണ്ടോ, ഭൂമി സൃഷ്ടിച്ചിട്ടുണ്ടോ, പർവ്വതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള സൃഷ്ടികർമ്മങ്ങൾ ചെയ്തിട്ടില്ല. അതല്ല എങ്കിൽ അവർ അള്ളാഹു ധാന്യമണികൾ മുളപ്പിക്കുന്ന, അതുപോലെ ഉപരിലോകത്തുനിന്ന് മഴ വർഷിപ്പിച്ച് അങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപജീവനം നൽകുന്നത് പോലെ ഇവർ ആകാശലോകത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നുണ്ടോ, ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ മുളപ്പിക്കുന്നുണ്ടോ, അത് വളർത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരെ ഒന്ന് കാണിച്ചു തരൂ. കാണിച്ചു തരാൻ അവർക്ക് സാധ്യമല്ല, അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതാണ് അവരെ ആരാധിക്കുന്നവരെന്താ, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്ക് ദ്രോഹമോ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവരെയാണ് അവർ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ പങ്കാളികളെ ഒന്ന് കാണിച്ചു തരൂ എന്നാണ്. ഇല്ല, കല്ലാ, കല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്
അങ്ങനെയൊന്നില്ല എന്നാ, അങ്ങനെ ഒരു പങ്കാളിയില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കല്ല എന്ന് പറഞ്ഞാൽ ലൈസ ലില്ലാഹി ഷരീക്കുൻ വലാ നിദ്ദുൻ വലാ ളിദ്ദുൻ, അള്ളാഹുവിന് ഷരീക്കില്ല, പങ്കാളിയില്ല, വലാ നിദ്ദുൻ സമന്മാരില്ല, സമനായിട്ടാരുമില്ല, വലാ ളിദ്ദുൻ അള്ളാഹുവിന് എതിരാളിയുമില്ല എന്നാ. അള്ളാഹുവിനോട് എതിര് നിൽക്കാൻ അങ്ങനെ പോന്ന തുല്യ ശക്തിയായിട്ടാരുമില്ല. ബൽ ഹുവല്ലാഹ്, പക്ഷേ എന്നാൽ അവൻ അള്ളാഹുവാണ്. എങ്ങനെയുള്ള അള്ളാഹ്? അൽ അസീസ്, പ്രതാപശാലിയായിട്ടുള്ള, അൽ ഹക്കീം, യുക്തിമാനായിട്ടുള്ള ശക്തിയാണ്, അള്ളാഹുവാണവൻ. അതുകൊണ്ട് അവനാണ് ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ എന്ന മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തുകയുണ്ടായി. കുൽ അറൂനിയല്ലദീന അൽഹഖ്തും ബിഹി ശുറകാഅ അറൂനി ഹാദിഹിൽ ആലിഹത്തില്ലതി ജഅൽതുമുഹാ ലില്ലാഹി അൻദാദം വസയ്യർതുമുഹാ ലഹു അദ്ല. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ പുറമെ ആരാധ്യന്മാരായി സ്വീകരിച്ചിട്ടുള്ള അവരിൽ നിന്ന്, അള്ളാഹുവിന് തുല്യരായിട്ട് സ്വീകരിച്ച അവരിൽ നിന്ന് ആളുകളെ കാണിച്ചു തരൂ സൃഷ്ടികർമ്മം ചെയ്തിട്ടുള്ള എന്നാണ്. അപ്പോൾ അതുകൊണ്ട് കല്ല, അങ്ങനെയൊന്നുമില്ല. ലൈസ ലഹു നദീറുൻ വലാ നദീദുൻ വലാ ശരീക്കുൻ വലാ അദീലുൻ, പങ്കാളിയില്ല, സമന്മാരില്ല, അള്ളാഹുവിന് തുല്യനായിട്ട് ആരുമില്ല. ബൽ ഹുവല്ലാഹ്, അവനാണ് അള്ളാഹു. അൽ വാഹിദുൽ അഹദ് അല്ലദീ ലാ ശരീക ലഹു, അവനാണ് ഏകൻ, അവനാണ് ഒരുവൻ, ഒരു പങ്കാളിയുമില്ലാത്തവൻ, അവനാണ് സർവശക്തൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.